അതാത് ദിവസത്തേക്ക് അന്നത്തേക്കുള്ള ക്ലേശം മതി എന്നൊരു ബൈബിളിലെ ഒരു വാക്യമാണ്. ഓരോ പ്രഭാതവും നമുക്ക് നൽകുന്ന ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്, പുതിയ അവസരങ്ങളാണ്, പുതിയൊരു ലീഫ്, പുതിയൊരു ഇല, പുതിയൊരു തളിരില. നമ്മുടെ ജീവിതം ഓരോ പ്രഭാതത്തിലും ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. അമേരിക്കയിൽ അനേകം സ്ലീപ്പ് റിസർച്ച് സെൻ്ററുകളുണ്ട്. അവർ പറയുന്നത് ഓരോ രാത്രിയിലും നമ്മൾ 2-നും 3-നും ഇടയ്ക്കുള്ള ഒരു സമയത്ത് ഒരു സെക്കൻഡ് ഫ്രാക്ഷൻ ഓഫ് സമയം നമ്മൾ മരിക്കുന്നു. എല്ലാ രാത്രിയിലും നമ്മൾ മരിക്കുന്നു എന്നുള്ളതാണ്. അതൊരു സത്യസന്ധമായ കാര്യമാണ്. ഓരോ പ്രഭാതത്തിലും നമ്മളൊരു പുതിയ ജീവനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വീണ്ടും ജീവിച്ചു തുടങ്ങുന്നത്. നമ്മുടെ പഴയ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഭണ്ഡാരങ്ങളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. ഓരോ പ്രഭാതത്തിലും നമുക്ക് പല അറിവുകളും നമ്മുടെ കപ്പുകൾ എംറ്റി ആക്കിയാൽ മാത്രമേ പുതിയ അറിവുകൾ നമുക്ക് ശേഖരിക്കാൻ പറ്റുള്ളൂ. ഒരു കുഞ്ഞിനെ പോലെ ആയിത്തീരുക എന്നുള്ള വചനവുമുണ്ട്, ക്രിസ്തുവിൻ്റെ വചനമാണ്. ഒരു കുഞ്ഞിനെ പോലെ ഒരു നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി നമ്മളതിനെ പുലുകുമ്പോൾ നമ്മൾ ഇന്നലത്തെ വെയിറ്റുകൾ, പലപ്പോഴും നമ്മൾ കൗൺസിലിങ്ങിലൊക്കെ ഇന്നലത്തെ ഒരുപാട് വെയിറ്റുകൾ മനുഷ്യൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു പ്രഭാതം എൻജോയ് ചെയ്യാനായിട്ട് കഴിയാതെ പോകുന്നത്. ആ വെയിറ്റുകളെല്ലാം മാറ്റാം. ജ്ഞാനത്തിൻ്റെ, അതുപോലെ നമ്മുടെ സങ്കടങ്ങളുടെ എല്ലാം തന്നെ ഭണ്ഡാരങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഓരോ പ്രഭാതവും ഒരു കുഞ്ഞിനെ പോലെ പുലുകാൻ കഴിയുമ്പോൾ, ഒരു കുഞ്ഞിനെ നിങ്ങൾ നോക്കിയാൽ അതൊരു ചിത്രശലഭത്തിൻ്റെ പുറകെ പോകും, ഒരു പൂച്ചയെ കണ്ടാൽ അതിനെ സന്തോഷിക്കും. എല്ലാ കാര്യങ്ങളിലും സന്തോഷിക്കാൻ ആ കുഞ്ഞിന് കഴിവുണ്ട്. നിങ്ങൾ നോക്കില്ല, അത് പെട്ടെന്ന് സങ്കടപ്പെടും, അത് പെട്ടെന്ന് തന്നെ ആ സങ്കടം തീരും, പെട്ടെന്ന് തന്നെ സന്തോഷത്തിലേക്കാവും. ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന സ്വഭാവമാണ്. അത് നമ്മൾ അങ്ങനെ ആയിരിക്കണം. ഒരു കുഞ്ഞിനെ പോലെ ആയി ഓരോ പ്രഭാതത്തിലും വരുമ്പോഴാണ് പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഉത്ബോധിപ്പിക്കുന്നത് ഇത് മാത്രമാണ്. നിങ്ങൾ ഒരു കുഞ്ഞിനെ പോലെ ആവുക. ഓരോ പ്രഭാതവും ഓരോ ലീഫും നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും ഈ പുതിയൊരു ജീവിതം നമുക്ക് ഓരോ ദിവസവും വെച്ച് നീട്ടുമ്പോൾ ആ ജീവിതത്തിൻ്റെ അജ്ഞാതമായതിലേക്ക് ഒരു ദിവസം നമുക്ക് എന്തെല്ലാം സംഭവിക്കുന്നില്ല അറിയത്തില്ല. ഇന്ന് നമ്മൾ അവസാന ദിവസമാണോ ഒന്നും നമുക്കറിയില്ല. അജ്ഞാതമായതിലേക്ക് നമ്മളങ്ങ് ഇറങ്ങി പുറപ്പെടും. ഓരോ കുഞ്ഞുങ്ങളും അങ്ങനെ തന്നെയാണ്. അജ്ഞാതമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് പലതും പ്രപഞ്ചം വെച്ച് നീട്ടിത്തരും. അത് അങ്ങനെ തന്നെയാണ്. അത് നമ്മൾക്ക് അജ്ഞാതമായ ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മളങ്ങ് നമ്മൾ ഒരു റിസ്ക് എടുത്തങ്ങ് ഇറങ്ങുകയാണ്. ഓരോ ദിവസവും നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്നോ ഒരു രാത്രി നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റികളാണ് പ്രപഞ്ചം വിട്ടു നിൽക്കുന്നതെന്നും നമുക്കറിയത്തില്ല. എല്ലാത്തിലും അജ്ഞാതമായതിലേക്ക് നമ്മൾ എടുത്തങ്ങ് ചാടുകയാണ്. ഓരോ പ്രഭാതത്തിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വെയിറ്റുകളും കൂടാതെ കഴിഞ്ഞതിൻ്റെ എല്ലാ വെയിറ്റുകളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിനെ പോലെ ഓരോ പ്രഭാതം പുലുകാൻ, ഓരോ ദിവസവും എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളെ സർവേശ്വരൻ പ്രാപ്തരാക്കട്ടെ. ഓരോ ദിവസവും നിങ്ങൾക്ക് തരുന്ന അവസരങ്ങളെ നിങ്ങൾ പൂർണ്ണമായിട്ട് മുഴുകുക. അപ്പോൾ എന്തിനാണ് ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് പോലും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം പോലും കിട്ടത്തില്ല. അജ്ഞാതമായവയിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ മുഴുകുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു അർത്ഥപൂർണ്ണമായി തീരും. അത് പല പല ദിവസങ്ങൾ തരുമ്പോൾ നിങ്ങളുടെ ജീവിതം ഒരു പരിപൂർണ്ണ ജീവിതമായി തീരും. ഓരോ പ്രഭാതം